നമസ്തേ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയൊരു പ്രാണായാമമാണ് ബാലൻസിങ് പ്രാണായാമം അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം. അത് നമുക്ക് അതിന് ലിമിറ്റേഷൻസ് ഇല്ല, ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം. എന്തെങ്കിലും മെഡിറ്റേറ്റീവ് പോസ്റ്റർ, നമുക്ക് സൗകര്യപ്രദമായ ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്ററിലിരുന്ന് ചെയ്യാവുന്ന ഒരു പ്രാണായാമമാണത്. ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വജ്രാസനയിലിരിക്കാം. ഇനിയിപ്പോൾ താഴെ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കസേരയിലിരുന്ന് ചെയ്യാം. അത് കൊണ്ട് അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് നാഡികൾ തമ്മിലുള്ള ബാലൻസ് അത് ശരിയാക്കും, ബാലൻസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ, ശ്വാസകോശ സംബന്ധമായ ബ്ലോക്കുകളൊക്കെ മാറും. പിന്നെ നമുക്ക് ചന്ദ്രനാടി, അതായത് രണ്ട് നാഡിയാണുള്ളത്, ചന്ദ്രനാടി സൂര്യനാടി. ഈ രണ്ട് നാഡികൾ തമ്മിലുള്ള ആ ഒരു ബാലൻസ് ശരിയാക്കും. പിന്നെന്താണ്, നമ്മുടെ ഈ ചുമ, ശ്വാസം മുട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ കുറവ് വരും. പിന്നെ നല്ലോണം വിശപ്പുണ്ടാവും, മെറ്റബോളിക് പവർ കുറയും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വർക്ക് ചെയ്താൽ മതി. നമ്മുടെ ഈ നാഡികളെ പറയുന്ന ഇടാ പിങ്കള നാഡി എന്നാണ്. ആ നാഡികളുടെ ആ ബ്ലോക്കേജൊക്കെ മാറ്റി ബാലൻസൊക്കെ ശരിയാക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട്. പിന്നെ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും, ശ്വാസത്തിന് നമുക്ക് നല്ല ഒരു സുഖം ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ അത് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്ന്, നമ്മൾ ആ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അതിന് തലവേദന അങ്ങനെയുള്ള ചില അതൊക്കെ വരും, ആ ബാലൻസ് ശരിയല്ലെങ്കിൽ, ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. നമുക്ക് ഇടത് കൈ നമ്മുടെ മടിയിൽ വെക്കുക, ഈ മുദ്ര, അതായത് ഈ ചൂണ്ടുവിരലും ഈ തള്ളവിരലും ഇടത് കൈയിൻ്റെ ഇത് നമ്മുടെ തുടയിൽ വയ്ക്കുക, ഇടത് തുടയിൽ. വലത് കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുക. അതായത് ഈ വലത് കൈയിലെ ഈ മോതിരവിരലും ഈ തള്ളവിരലും മാത്രം മതി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ രണ്ട് ചൂണ്ടുവിരലും ആ വലിയ വിരലും മടക്കി വെക്കുക, ഇതുകൊണ്ട് ഇതുപോലെ. എന്നിട്ട് ഇടത് വിരലുകൊണ്ട് ഈ ഇടത് സൈഡിലെ മൂക്ക് ഈ മോതിരവിരലുകൊണ്ട് അടച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ ശ്വാസം മേലിലേക്ക് പതുക്കെ എടുക്കുക. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഒരു മനസ്സിലെ എണ്ണ 1 2 3 4 ശ്വാസം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ മൂക്ക് അടച്ചു പിടിക്കുക. ഏത് മൂക്ക്? തുറന്നു വെച്ചിരിക്കുന്ന മൂക്ക് അടയ്ക്കുക. ഇപ്പുറത്തെ മൂക്ക് തുറന്നിട്ട് അതിലൂടെ ഒരു 1 2 3 4 5 6, അതായത് നമ്മൾ എടുക്കുന്നതിലും കൂടുതൽ സമയം കൊണ്ട് വേണം പുറത്തേക്ക് കളയാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഈ മോതിരവിരലുകൊണ്ട് ഇടത് മൂക്ക് അടയ്ക്കുന്നു, അമർത്തി ഇങ്ങനെയൊന്നും പിടിക്കുകയൊന്നും വേണ്ട, വെറുതെ ഒന്ന് സോഫ്റ്റ് ടച്ച്, കണ്ണടച്ച് ശരീരമൊക്കെ നേരെ വെച്ച്, ഷോൾഡറൊക്കെ നേരെ വെച്ച്, മുഖം നേരെയാക്കി കണ്ണടച്ച് പ്രസന്ന മുഖത്തോടുകൂടി ഒന്ന് അടച്ചു പിടിക്കുക, വലിക്കുക. അത് തുറക്കുക, ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതായത് ഞാൻ മേളിലേക്ക് എടുത്തപ്പോഴത്തേക്കും 1 2 3 4, എന്നിട്ടത് ക്ലോസ് ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തു. 1 2 3 4 5 6 ശ്വാസം താഴത്തേക്ക് പോകുന്നു, കണ്ട, കൂടി ശ്രദ്ധിച്ചോളൂ. കറക്റ്റ് 4 6, ശരിക്കും ഒരു ഡബിൾ എടുക്കണം, 4 8 6 10. നമ്മൾ ചെയ്ത് വരുന്തോറും നമുക്കത് സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അതനുസരിച്ച് നമ്മളുടെ ബ്രീത്തിങ് പവർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ശ്വാസ കൺട്രോളാണ്. അത് കൺട്രോൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാം മതി. ബ്രീത്തിനെ നമ്മൾ സ്വയം നമുക്ക് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആ പ്രാണായാമത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും, അത് സംബന്ധമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ശ്വാസത്തിലൂടെയാണ്. പല ഗുണങ്ങളുണ്ട്. ശ്വാസം മുട്ടുള്ളവർക്ക് അത് കുറയും. പിന്നെ നമുക്ക് നന്നായിട്ട് ശ്വാസം ഈസി ആയിട്ട് ഈ ബ്ലോക്കുകളൊന്നും നമുക്ക് വരാതെ സ്ഥിരമായിട്ട് നമ്മൾ റെഗുലറായിട്ട് ഇതൊരു 10 റൗണ്ട് എല്ലാ ദിവസവും ചെയ്യുക. ഒരു 9 റൗണ്ട് സൂര്യാനുലോമ വിലോമ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഇടനാടിയും സൂര്യനാടി, രണ്ട് നാടിക്കും, ഇടനാടിയും പിങ്കളനാടിയും, സൂര്യഭാഗവും സൂര്യനാടിയും ചന്ദ്രനാടിയും, അതിന് നമുക്ക് നല്ല ഒരു ഇതാണ്, എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഇങ്ങോട്ട് ചെയ്തു. അത് തന്നെ വീണ്ടും ഇങ്ങനെ അടച്ചിട്ട്, ആദ്യം നമ്മൾ ഇത് അടച്ചു പിടിക്കുക, വലതിലൂടെ എടുക്കുക, ഇടതിലൂടെ വിട്ടു.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഇടതിലൂടെ തന്നെ എടുക്കുക, അതടച്ചിട്ട് വലതിലൂടെ കളയുക. വീണ്ടും വലതിലൂടെ എടുക്കുക, അത് ക്ലോസ് ചെയ്യുക, ഇടത് തുറന്നു കൊടുക്കുക. കണ്ടോ? അങ്ങനെ മാറി മാറി ചെയ്താൽ മതി. ഇത് കണ്ണടച്ചിരുന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഒരു റൗണ്ട്, അങ്ങനെ ഒരു 9 റൗണ്ട് ചെയ്താൽ, എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുമ്പോഴും അത് രാവിലെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹാർട്ടിന്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഒരുപാട് ഗുണങ്ങളും ഉണ്ട്.